ഹായ് ഓൾ, എല്ലാവർക്കും മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 14ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഡേ 14 ആണ് അല്ലെ. അപ്പൊ ഡേ 14 നമ്മൾ 13 വരെയുള്ള ഡേ ഭയങ്കരമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറെ മാജിക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഡേ 14 റോണ്ടാബൻ നമ്മളോട് എന്താണ് പറയുന്നത്? ആ മാജിക് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഹാവ് എ മാജിക്കൽ ഡേ. നമ്മളൊരു അത്ഭുതം നിറഞ്ഞ ഒരു സന്തോഷമൊക്കെ നിറഞ്ഞ് ഒരു അത്ഭുതം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡേ എങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ എങ്ങനെ ആക്കി മാറ്റാം, എന്നും അങ്ങനെ ആക്കി മാറ്റണം, എല്ലാ ദിവസവും എവറി ഡേ ആ രീതിയിലാക്കണം, എങ്ങനെയാണ് എന്നുള്ളതാണ് റോണ്ടേബിൾ 14ാമത്തെ ദിവസത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ പല പല മാജിക്കുകളും ചെയ്ത് ലൈഫിൽ കുറെ റിസൾട്ടുകളൊക്കെ കിട്ടി സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ഡേ ഭയങ്കര പവർഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ കണ്ണ് തുറന്ന സമയത്ത് തന്നെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി എഴുന്നേക്കണം. എത്ര വൈകിയാണെങ്കിലും നേരം വൈകി ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണല്ലോ എഴുന്നേറ്റ്, ഇന്നത്തെ ദിവസേ കണക്കായിരിക്കും, ഇന്നൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അല്ലെ അവരൊക്കെക്കും അത് കേൾക്കേണ്ടി വരും, ഇത് കേൾക്കേണ്ടി വരും, ഓഫീസിൽ പോകാൻ നേരം വെക്കും, ബസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആശങ്കയോട് കൂടിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ലേറ്റ് ആയി എഴുന്നേൽക്കുമ്പോൾ ഒക്കെ ഭയങ്കര ചേട്ടാ പൊടയെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നേരത്തെ ആയി പോയാലും കുറച്ചുകൂടി ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ കിടക്കും, ഇല്ലെങ്കിലോ ഓൺ ടൈമിൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പക്ഷെ എങ്ങനെ നിങ്ങൾ എഴുന്നേറ്റാലും ഏത് നിമിഷം നിങ്ങൾ കണ്ണ് തുറന്ന് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചോ, എഗെയിൻ നിങ്ങൾ ആ ഡേക്ക് നന്ദി പറഞ്ഞുകൊള്ളണം. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി സന്തോഷത്തോടു കൂടി ഈ ഡേനെ സ്വാഗതം ചെയ്യാനും ഇന്നത്തെ പുതിയൊരു ഡേ എനിക്ക് ലഭിച്ചതിന് താങ്ക് യു പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുന്നേൽക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട മാജിക് പ്രാക്ടീസ് എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് വരേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡേയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന തട്ടും കൊട്ടും ഒക്കെ ആയിരിക്കും. ഇതിലൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസവും വേദനയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതിന്നൊക്കെ മാറി എൻ്റെ ഇന്നത്തെ ഡേ എങ്ങനെ ആവണമെന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യണം. ഇന്നത്തെ ആ ഡേ, ഇന്നത്തെ ആ ബ്യൂട്ടിഫുൾ ഡേ എങ്ങനെ ആകണമെന്ന് നമ്മൾ ഇന്നത്തെ ഡേ നേരത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നിങ്ങൾക്ക് നല്ല ബിസിനസ് നടക്കണം, ഇനി ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ നല്ല ബിസിനസ് നടക്കണം, ടേൺ ഓവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം, നല്ല മാർക്കറ്റിങ്ങും സെയിൽസ് ഒക്കെ നടത്തി പിന്നെ എല്ലാ ടീം മെമ്പേഴ്സ് ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ, പുതിയ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു എന്നുള്ള പുതിയൊരു ഡേ ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ അങ്ങനെ കാണാം. ഇനി സ്റ്റുഡൻസ് ആണെങ്കിലോ, നിങ്ങൾ സ്കൂളിൽ പോകുന്നു, നിങ്ങളെ ഫ്രണ്ട്സിനെ കാണുന്നു, ടീച്ചേഴ്സിനെ കാണുന്നു, ടീച്ചേഴ്സ് പിന്നെ നിങ്ങളെ എന്താണ് ഗ്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ബുക്സ് വെക്കുന്നു, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, എക്സാം നിങ്ങൾ പാസ്സാവുന്നു, റിസൾട്ട് വരുന്നു, നല്ല പ്രൗഡ് ആൻഡ് നല്ലൊരു സന്തോഷമുള്ള മൊമെന്റ്സ് നിങ്ങൾ കോളേജിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആവാം. നല്ല ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, അന്നത്തെ ഡേ അങ്ങനെ ആവാം. ഇനി വീട്ടിലിരിക്കുന്നു ഒന്നും പോവാത്ത അമ്മമാരാണെങ്കിലോ, മക്കളെ നല്ല സന്തോഷത്തിൽ ക്വാളിറ്റി ടൈമിൽ ഹസ്ബൻഡും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല ഹാപ്പി ന്യൂസ് ചുറ്റുപാട് നിന്ന് കേൾക്കുന്നു, എല്ലാവരുമായിട്ട് നല്ല ഒരു റിലേഷൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ ഇന്നത്തെ ഡേ പറ്റുന്നു, ഹസ്ബൻഡ് കൂടുതൽ കെയർ ആൻഡ് ലവ് ഒക്കെ തരുന്നുണ്ട്, മക്കളാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി നിങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള ഡേ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനിഫെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി ഒരു ജോലി ഒരു എംപ്ലോയി ആണെങ്കിലോ, നിങ്ങൾ ഒരു സെയിൽസിലുള്ള എംപ്ലോയി ആണെങ്കിലും മാർക്കറ്റിംഗിലുള്ള എംപ്ലോയി ആണെങ്കിലും അല്ല ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, എങ്ങനെയുള്ള ആളാണെങ്കിലും ഒരു ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അന്നത്തെ ഡേ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലോണം ഡേ ഹാൻഡിൽ ചെയ്യുന്നതും, ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലോ അങ്ങനെ ഏതിലെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ പുതിയ ക്ലയൻസ് വരുന്നതും അവർക്ക് കാര്യങ്ങൾ കൊടുക്കുന്നതും ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതും, നിങ്ങൾക്ക് ആ ഓഫീസിൽ നിന്ന് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിട്ട് ഇന്ന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ട് മാനേജർ എടുത്തുനിന്ന് നല്ല അപ്രിസിയേഷൻ കിട്ടുന്നതോ, അല്ലെ ചുറ്റുമുള്ള ആളുകൾ ഇന്ന് ഭയങ്കര പവർഫുൾ ആണല്ലോ, എനർജറ്റിക് ആണല്ലോ, നല്ല സൂപ്പർ ഡേ ആണെന്നൊക്കെ നിങ്ങളോട് പറയുന്നതും, കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നതും, അങ്ങനത്തെ പല ടോക്കുകളും ആവാം. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്നത്തെ ഡേ നിങ്ങൾ എങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നേരത്തെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഡേ എങ്ങനെ ബ്യൂട്ടിഫുൾ ആവണം എന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. എല്ലാവരുടെ ലൈഫിലും നാച്ചുറൽ ആയിട്ട് ഈ ഒരു ഫിനോമിന സംഭവിക്കുന്നുണ്ട്. ഇത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും, ഓ ഇന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും, ഞാൻ അയാളോട്
അയാളോട് അങ്ങനെ പറഞ്ഞല്ലോ, ഷർട്ടാണെങ്കിൽ ഞാൻ തേച്ച് വെച്ചത് ശരിയായിട്ടില്ല, ഞാനാണെങ്കിൽ മാറിപ്പോയി, എന്ത് ചെയ്യും, എനിക്ക് വഴക്ക് കേൾക്കല്ലോ എന്നുള്ളതായിരിക്കും രാവിലത്തെ നിങ്ങളെ ടെൻഷൻ. അപ്പോൾ സ്വാഭാവികം ഹസ്ബൻഡ് വരും, ചീത്ത പറയും, ഷർട്ടുമായി മാറിപ്പോയതിന് അദ്ദേഹം വേറെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിനെ ചീത്ത പറയും, നിങ്ങൾ വിഷമിക്കും. കുട്ടികൾ ഓ മമ്മി ലേറ്റ് ആയി, എന്റെ ഫുഡ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വഴക്ക് പറയുന്ന ഒരു അവസ്ഥയിൽ ഫുള്ളായിട്ട് സ്ട്രെസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ ചുറ്റുവട്ടം നിന്ന് അത് കേൾക്കുന്നു, ഇത് കേൾക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലും അരക്ഷിതാവസ്ഥയായിരിക്കും. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്താണോ നിങ്ങളെ തോട്ടിൽ കൊടുക്കുന്നത്, അത് റിയാലിറ്റി ആവുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല, ആ ഫീലിങ്ങോട് കൂടിയാണ് നിങ്ങൾ അന്നപ്പോൾ ചിന്തിക്കുന്നത്, അത് റിയാലിറ്റി ആയി മാറുന്നുണ്ട്. എന്നും അടി കിട്ടുന്ന ഒരാൾക്ക് എന്നും അടി കിട്ടുന്നുണ്ട്, എന്നും ചീത്ത കേൾക്കുന്ന ഒരാൾക്ക് എന്നും വഴക്ക് പറയുന്നുണ്ട്, എന്നും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ആൾ അന്നും മൂഡ് ഓഫ് തന്നെയാണ്. എന്നും എന്റെ ദിവസം എങ്ങനെ, ഇന്നും ഇങ്ങനെ തന്നെയായിരിക്കും, എന്നും ഞാൻ ലേറ്റ്, ഇന്നും ഇങ്ങനെ ലേറ്റ് ആവുന്നു. അങ്ങനെയാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത്, അത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ കോൺഷ്യസ്ലി, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡേ നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരത്തെ വിഷ്വലൈസ് ചെയ്യുക. ഇന്നത്തെ ഡേ ഇങ്ങനെ ആവുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്നു എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഒരു സെയിൽസ്, നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇതാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, 2 സെയിൽസ് സ്റ്റാഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇല്ലാണ്ട് ലേഡീസ് ആണ്. ഇവരെന്തും എന്നോട് മാമേ ഇന്ന് കിട്ടുമോ കിട്ടൂലേ ഇന്നെങ്ങനെയാന്നൊക്കെ ചോദിച്ച് എന്നും ഡേ പോകുന്ന ആളുകളാണ്. ഇവരെ പോലെ നിങ്ങൾക്കും ഇരിക്കട്ടോ. എന്ന് രാവിലെ നമ്മളെ മോർണിംഗ് മെഡിറ്റേഷനും ഫ്രീ ക്ലാസ് ഒക്കെ ഉണ്ട്. രാവിലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നമ്മളെ ക്ലബിൽ താഴെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വരാം. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റിസൾട്ടും ഈ ഒരു ആംബിയൻസും നമ്മളെ ക്ലബിന്റെ കൂടെ ഒരു മെമ്പറായിട്ട് നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വന്നിരിക്കാട്ടോ, ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരാളാരാ ബാങ്കിന്റെ സെയിൽസ് ചെയ്യുന്ന ആളും, രണ്ടാമത്തത് ഒരു കമ്പനീന്റെ അല്ലെ, നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് ഞാൻ ആ ക്ലയന്റിനെ കാണുന്നു, ആ ക്ലയന്റിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ക്ലയന്റ് വരാൻ പറയുന്നു, മീറ്റ് ചെയ്യാൻ പറയുന്നു. വരുന്ന നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓക്കെ പറയുന്നു, സെയിൽ ക്ലോസ് ആവുന്നു, അവർ ചോദിക്കുന്ന എല്ലാ ഒബ്ജക്റ്റീവ്സിനും നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നു, അദ്ദേഹം ഓക്കെ ആവുന്നു, ഡീൽ ക്ലോസ് ആവുന്നു, നിങ്ങൾക്ക് ഇന്നൊരു സെയിൽ കിട്ടുന്നു. ഇത് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്തോ നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട് വരും. ഷുവർ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് ലൈഫാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നല്ല പവർഫുൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലുള്ള ഒരു വീട്ടിലേക്ക് നിങ്ങൾ മാറും. നിങ്ങൾ എന്ന് വിഷ്വലൈസ് ചെയ്യുക, എന്ന് എൻ്റെ ഭംഗിയുള്ള എൻ്റെ കാറിൽ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആവണം എന്നുള്ളത് നേരത്തെ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ നല്ല ഭംഗിയോടുകൂടി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റി ആയി മാറും. ഇതുപോലെ സംഭവിക്കുക. അന്നത്തെ ഡേ നല്ല ബ്യൂട്ടിഫുൾ. എല്ലാ ദിവസവും നമ്മൾ ഡേ 2 മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ ചലഞ്ചിലെ 2ാമത്തെ ദിവസം എന്താണ്, മാജിക് സ്റ്റോൺ ആണ്. അപ്പൊ രാത്രി നിങ്ങൾ ഉറങ്ങാൻ നേരത്തെ ഈ സ്റ്റോൺ എടുത്തിട്ട് ഇന്നത്തെ ഡേ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയില്ലേ. അപ്പൊ ആ സ്റ്റോൺ എടുത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഇന്നത്തെ ഡേ നിങ്ങൾ എങ്ങനെയാവണം നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. അതുവരെ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് താങ്ക് യു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളെ ഡേ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാവണം, അന്നത്തെ ഡേ എത്ര പവർഫുൾ ആവണം, എത്ര ബ്യൂട്ടിഫുൾ ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുക, അതുപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ഡേ മാജിക്കലായിട്ട് റിയാലിറ്റി ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ വന്ന് ആക്റ്റീവായിട്ട് പറയാം. ഈ പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് നിങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ താങ്ക് യു ഓൾ. നിങ്ങൾ ഇന്നത്തെ ഡേയിൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് കഴിഞ്ഞിട്ട് മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. മാജിക് സ്റ്റോണും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറങ്ങാൻ പാടുള്ളൂ. അപ്പൊ രാവിലെ നമ്മൾ എന്ത് ചെയ്തു, 10 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, 10 എണ്ണം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ 10 എണ്ണം എഴുതി അതിന് ഓരോന്നും എടുത്ത് വായിച്ച് താങ്ക് യു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ്, ഇന്നത്തെ ഡേ എനിക്ക് എങ്ങനെ ആവണം, ഏത് രീതിയിലാവണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു. അതുപോലുള്ള ഒരു ഡേ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് താങ്ക് യു എന്ന് 3 പ്രാവശ്യം നന്നായിട്ട് നന്ദി പറഞ്ഞു. അതിനുശേഷം മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ഡേ ഇതാണ്. ഇതുപോലെ ഒരു മാജിക്കൽ ഡേ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നല്ല റിസൾട്ട് കൊണ്ടുവരാം. താങ്ക് യു ഓൾ.